ഒരു പുതിയ സീരീസ് തുടങ്ങുകയാണ്. റെയിൽവേൻ്റെ ALP ടെക്നീഷ്യൻ പോസ്റ്റുകളുടെ CBT2 അതിൻ്റെ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ് വരുന്ന ടോപ്പിക്കുകൾ ഒരു 50ഓളം വീഡിയോകളായിട്ട്. ആദ്യം തന്നെ നോക്കുന്നത് സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിലെ ഈ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന ഭാഗത്തിൽ വരുന്ന പ്രൊജക്ഷൻ ആൻഡ് വ്യൂ ആണ്. 2 ഭാഗമായിട്ടായിരിക്കും വിചാരിക്കുന്നത്. ആദ്യം CBT2ൻ്റെ സിലബസ് ടെക്നീഷ്യനും ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ. മാത്സ് റീസണിങ്ങിന് ശേഷം ഒരു വലിയ ടോപ്പിക്കാണ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്. അതിലെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആദ്യത്തെ ടോപ്പിക്ക് സിലബസിൽ കൊടുത്തിട്ടുള്ളതാണ്. പ്രൊജക്ഷനും വ്യൂസും അതൊരു കമ്പൈൻഡ് ടോപ്പിക്കായിട്ട് ഒരു വീഡിയോ ആയിട്ടാണ് എടുക്കുന്നത്. പ്രൊജക്ഷനും വ്യൂ ഒക്കെ എവിടെയാണ് വരുന്നത്? നമ്മളൊരു ഇൻഡസ്ട്രിയിൽ ഒരു നട്ട് ബോൾട്ടൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈസ്, ഷേപ്പ് അതൊക്കെ ഒരു ഡ്രോയിങ് ആക്കി വരുന്ന പോയിന്റിലാണ് ഈ പ്രൊജക്ഷനും വ്യൂ ഒക്കെ വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒബ്ജക്റ്റ് ഏതോ ആയിക്കോട്ടെ, പല ഷേപ്പിലുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഓരോ പോയിന്റിൽ നിന്നും ഒരു ഇമാജിനറി ഇറേ, ഒരു ലൈറ്റിൻ്റെ ഒരു ഇറേ കടന്നു വരുന്നത്. അത് നമ്മളൊരു പ്ലെയിനിലേക്ക് ആ വരുന്ന ലൈനുകളെ, ഓരോ പോയിന്റിൽ നിന്ന് വരുന്ന ലൈനുകളെ നമ്മളൊരു പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഫിഗർ, ഈ ഒബ്ജക്റ്റിന് കണക്കായിട്ട് വരുന്ന ഒരു ഫിഗർ, ആ ഫിഗറിന് പറയുന്നതാണ് പ്രൊജക്ഷൻ. അതുപോലെ നമ്മൾ ഈ ലൈനുകളെ ഏത് പ്ലെയിനിലേക്കാണോ പ്രൊജക്റ്റ് ചെയ്യുന്നത് ആ പറയുന്ന പ്ലെയിനിന് പറയുന്ന പേരാണ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. 2 കാര്യങ്ങൾ, ഒന്ന് പ്രൊജക്ഷൻ, 2 പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. അടുത്ത ഒരു പോയിൻ്റാണ് ഈ പ്രൊജക്റ്റേഴ്സ്. അതായത് നമ്മൾ ഈ ഒബ്ജക്റ്റിനെ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്ന ഈ റേ, ഇമാജിനറി റേ, അതിന് പറയുന്ന പേരാണ് പ്രൊജക്റ്റേഴ്സ്. ഇത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് വേറൊരു സിറ്റുവേഷനിൽ പെട്ടെന്ന് കത്തണമെന്നില്ല എന്താണ് പ്രൊജക്റ്റേഴ്സ് എന്നുള്ളത്. ദ ലൈൻ ഓർ റേസ് ഡ്രോൺ ഫ്രം ദ ഒബ്ജക്റ്റ് ടു ദ പ്ലെയിൻ ആർ കോൾഡ് പ്രൊജക്റ്റേഴ്സ്. 2 കാര്യങ്ങളേ ഉള്ളൂ. ഈ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നതിന് പിക്ചർ പ്ലെയിൻ എന്നും പറയും. അത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മളെ സിറ്റുവേഷനിൽ കണക്കായിട്ട് അസ്യൂം ചെയ്യുന്നതാണ്. ഇവിടുത്തെ രേഖകൾക്ക് പറയുന്ന പേരാണ് പ്രൊജക്റ്റേഴ്സ്. ഒബ്സർവർ. ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, എത്ര ടൈപ്പ് ഉണ്ട്? ഇതിലിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. 2 ടൈപ്പാണ് പ്രൊജക്ഷൻ ഉള്ളത്. ഒന്ന് പിക്ടോറിയൽ പ്രൊജക്ഷൻ, രണ്ടാമത്തത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഒന്ന് പിക്ടോറിയൽ പ്രൊജക്ഷൻ, രണ്ടാമത്തത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഇവിടെ കാണിച്ചിട്ടുള്ള ഫിഗറിലുള്ളതാണ് പിക്ടോറിയൽ പ്രൊജക്ഷൻ. പിക്ടോറിയൽ പ്രൊജക്ഷൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിക്ചർ എന്നുള്ളൊരു വാക്കുന്നാണ് പിക്ടോറിയൽ. നമ്മൾ മൊബൈലിലെല്ലാം ക്യാമറയിൽ ഒരു പിക്ചർ ഫോട്ടോ എടുക്കുന്നത് പോലെ തന്നെ ഒരൊറ്റ സിംഗിൾ വ്യൂ. നമ്മളിപ്പോൾ ഒരു ആൾ നിൽക്കുന്ന ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ആളെ ഏകദേശം തടി, ആ ആളെ ഏകദേശം നീളം, കാര്യങ്ങൾ മനസ്സിലാവും. അതായത് ഈ ഒരു ഡിസൈനിൽ ഇതിൻ്റെ ലെങ്ത്ത്, ഇതിൻ്റെ വിഡ്ത്ത് അതൊക്കെ നമുക്ക് ഈ ഒരൊറ്റ പിക്ചറിൽ നിന്ന് തന്നെ ഏകദേശം മനസ്സിലാവും. ഇതൊരു 3D ഇമേജ് തന്നെ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് പറയുന്ന ആ ഒരു സിംഗിൾ വ്യൂ ഉള്ള ഒരു പ്രൊജക്ഷന് പറയുന്ന പേരാണ് പിക്ടോറിയൽ പ്രൊജക്ഷൻ. ഇതിൻ്റെ 3 സബ് ടോപ്പിക്സാണ് ഈ പറയുന്ന ആക്സോണോമെട്രിക്, പെർസ്പെക്റ്റീവ്, ഒബ്ലിക്ക്. ഇത് നമുക്കിനി വരുന്ന വഴിയിൽ നോക്കാം. അപ്പോൾ ഒരു 90% ക്വസ്റ്റ്യങ്ങളും ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ ഇപ്പോൾ ഒരൊറ്റ വ്യൂവേയിൽ ഒരു 3Dയിലെ ഒരു ഒബ്ജക്റ്റിനെ ഒരൊറ്റ വ്യൂവിലേക്ക് കൂടെ റെപ്രസെൻറ്റ് ചെയ്യും. ഇവിടെ ഇത് കണ്ടോ, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ്റെ മറ്റൊരു പേരാണ് മൾട്ടി വ്യൂ പ്രൊജക്ഷൻ. അപ്പോൾ എന്തായിരിക്കും മൾട്ടി വ്യൂ? ഇവിടുന്ന് മേലേന്ന് താഴേക്ക് ഒരാൾ നോക്കുന്നു, ടോപ്പ് വ്യൂ. അഥവാ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് ഒരാൾ ഈ സൈഡിൽ നിന്ന് നോക്കുന്നത്, ബാക്ക് സൈഡിൽ നിന്ന് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് വ്യൂകൾ കൂടിച്ചേർത്തിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഒബ്ജക്റ്റിനെ ഡ്രോ ചെയ്യാം. അതാണ് മൾട്ടി വ്യൂ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ നോക്കി പറഞ്ഞതുപോലെ ഒരു ഒബ്ജക്റ്റിനെ, നേരത്തെ കാണിച്ച ഒബ്ജക്റ്റിനെ ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ കാണിക്കുന്നു. അപ്പോൾ അതാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഓർത്തോഗ്രാഫിക് എന്നുള്ള പേര് വന്നിട്ടുണ്ടാവുക? ഇവിടെ നോക്കാം. ഓർത്തോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ എന്ന മീനിങ് ആണ്. പെർപെൻഡിക്കുലർ അല്ലേ? അപ്പോൾ എന്താണ് ഈ പെർപെൻഡിക്കുലർ? നമ്മൾ ഇവിടുന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒബ്സർവർ ഈ ഒബ്ജക്റ്റിൽ നിന്ന് ഒരു പ്രൊജക്ടർ, അതായത് ഈ റേ, ഇമാജിനറി റേ, ഈ വരക്കുന്ന ഈ
പ്രൊജക്റ്റേഴ്സ് നമ്മുടെ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വ്യൂകൾ ഉണ്ടാകുന്നതിനെയാണ് ഓർത്തോഗ്രാഫി. അപ്പോൾ ഈ വാക്ക് എവിടുന്ന് വന്നത്? ഓർത്തോ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ എന്നുള്ള അർത്ഥം. അപ്പോൾ എന്താണ് പെർപെൻഡിക്കുലർ? പ്ലെയിൻ ഓഫ് പ്രൊജക്ഷന് ഈ പ്രൊജക്റ്റേഴ്സ്, അതായത് ഈ റേ പ്രൊജക്റ്റേഴ്സ് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ ഒരു പ്രൊജക്ടർ മറ്റൊരു പ്രൊജക്ടറിന് പാരലായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രൊജക്റ്റേഴ്സ് പാരലൽ ടു ഈച്ച് അതർ, 1 2 3 ഇത് പാരലൽ ടു ഈച്ച് അതർ, ഓൾസോ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ഏത് പ്ലെയിൻ? പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. ഇവിടെ നേരത്തെ കാണിച്ച ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, അതിൻ്റെ മറ്റൊരു പേരാണ് മൾട്ടി വ്യൂ പ്രൊജക്ഷൻ. അപ്പോൾ ഏതൊക്കെയാണ് ഈ മൾട്ടി വ്യൂ എന്ന് പറയുന്നത്? ഒരു ഒബ്ജക്റ്റ്, അതിൻ്റെ ടോപ്പ് വ്യൂ, ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ ടോപ്പ് വ്യൂ, അതെവിടെയാണ് കിട്ടുക? ഇതിൻ്റെ താഴെ കിട്ടും. എവിടെയാണ് കിട്ടുക? ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ വ്യൂ ഇവിടെ കിട്ടും. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എവിടെയാണ് കിട്ടുക? ഇവിടെ കിട്ടും. അപ്പോൾ ഇതുപോലെ 3 പെയർ, ഫ്രണ്ട്, റിയർ. റിയർ എന്ന് പറയുന്നത് ബോട്ടം, അല്ല ബാക്ക്, ഫ്രണ്ട് ബാക്ക്. അതായത് നമ്മൾ കാറിൻ്റെ റിയർ വ്യൂ മിറർ പറയില്ലേ, ഏതാണ് ബാക്ക് കാണുന്ന മിറർ റിയർ വ്യൂ മിറർ. അതുപോലെ ലെഫ്റ്റ് റൈറ്റ്, അതുപോലെ ടോപ്പ് ബോട്ടം, ഇങ്ങനെ 6 വ്യൂകൾ, പ്രിൻസിപ്പൽ വ്യൂകൾ. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഇപ്പം പറയുന്നത് 90% ക്വസ്റ്റ്യനുകളും അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ആദ്യം പറഞ്ഞ സിംഗിൾ 3D വ്യൂ പിക്ടോറിയൽ പ്രൊജക്ഷൻ നമുക്ക് ഇനി വരുന്നുണ്ട്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ലാസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ? എന്താണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. ഇതെന്താണ്? ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ക്വാഡ്രൻസ് ആയി തിരിച്ചിട്ടുണ്ട്. എന്താണ് ഈ ക്വാഡ്രൻസ് ആയി തിരിച്ചത്? ഇത് നമ്മൾ ട്രിഗ്നോമെട്രിയിലെല്ലാം ക്വാഡ്രൻസ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചു, ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇതല്ലേ ഫ്രണ്ട് വ്യൂ. ഈ ഫ്രണ്ട് വ്യൂ ഏത് പ്ലെയിനിലാണ് വരിക? ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇവിടെ ഇങ്ങനെ വരും. ഇതിപ്പോൾ നമ്മളൊരു ക്യൂബാണെന്ന് കൂട്ടിക്കോ, അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇവിടെ വരും, ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ വരും. അപ്പോൾ ഒരു വെർട്ടിക്കൽ പ്ലെയിനും ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനും. ഇതൊരു ലാപ്ടോപ്പ് തുറന്നു വെച്ചതായി കൂട്ടിക്കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ സ്ക്രീന്, ഇവിടെ കീബോർഡ്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ല. അപ്പോൾ ഇവിടെ ഫ്രണ്ട് വ്യൂ വെർട്ടിക്കൽ പ്ലെയിനിൽ വരും. വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ 2 ഭാഗം, ഒന്ന് അപ്പർ പോർഷൻ ഒന്ന് ലോവർ പോർഷൻ, സിമ്പിളായിട്ട്. ഹൊറിസോണ്ടൽ പ്ലെയിനും അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ റിയർ പോർഷൻ. റിയർ എന്ന് പറയുന്നത് ബാക്ക്, ഫ്രണ്ട് ബാക്ക്, ബാക്കിൻ്റെ പേര് റിയർ പോർഷൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഒരു ഒബ്ജക്റ്റ് വെച്ച് അതിൻ്റെ പ്രൊജക്ഷനാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. തേർഡ് ക്വാഡ്രൻറ്റിൽ ഒരു ഒബ്ജക്റ്റ് വെക്കുമ്പോൾ എന്ത് ചെയ്യുക? അതിൻ്റെ ടോപ്പ് വ്യൂ എവിടെയാണ് വരിക? ഇവിടുന്ന് ടോപ്പിൽ നിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയിൻ നോക്കിയാൽ നമ്മളൊരു ഗ്ലാസ് ഒക്കെ ആണെന്ന് വിചാരിക്കും. അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇമാജിനറി റേ ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല ഈ പ്ലെയിനിൽ. അപ്പോൾ അങ്ങനത്തിനുള്ള ഇതാണ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ, ഇത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയും. അപ്പോൾ ബേസിക്കലി ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു വെർട്ടിക്കൽ പ്ലെയിൻ ഉണ്ട്, അതിന് 2 അപ്പർ പോർഷനും ഉണ്ട്, ലോവർ പാർട്ടും ഉണ്ട്. ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ട്, അതിൻ്റെ ഒരു ഫ്രണ്ട് പാർട്ടുണ്ട്, ഒരു റിയർ പാർട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നേരത്തെ സ്ലൈഡിൽ കാണിച്ച ഒരു ഒബ്ജക്റ്റ്, അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഇത് ജസ്റ്റ് വായിച്ചു കളയാം. ഇപ്പം നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ നോക്കാം. ആദ്യം ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ നോക്കാം. ഇവിടെ ഫ്രണ്ട് വ്യൂ വെർട്ടിക്കൽ പ്ലെയിൻ്റെ അപ്പർ പോർഷനിൽ കിട്ടി, ടോപ്പ് വ്യൂ എവിടെ കിട്ടും? ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കിട്ടും. അപ്പോൾ ഇത് നമുക്കൊരു ഡ്രോയിങ് ആക്കി മാറ്റണമെങ്കിൽ ഇത് 2 പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിലാണ് ഇവിടെ 2 പ്രൊജക്ഷനും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊരു ഡ്രോയിങ് ആയിട്ട് പെർപെൻഡിക്കുലർ പ്ലെയിനുകളിൽ വരക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സിംഗിൾ പേപ്പറിലേക്ക് മാറ്റണം. അപ്പോൾ അതിനെന്ത് ചെയ്യും? അപ്പോൾ അതിന് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇതിങ്ങനെ താഴേക്ക് നിൽക്കും. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. ഈ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ മൊത്തത്തിൽ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ താഴേക്ക് ഒരു 90 ഡിഗ്രി താഴേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ തിരിച്ച് എന്ത് വരും? ഈ ഭാഗം പൊന്തി വരും. ഈ ഒരു ഭാഗം എന്ത് ചെയ്യും? ഇത് താഴേക്ക് പോകും. അത് കാണിക്കുന്ന ഒരു സ്ലൈഡാണ് അടുത്തത്. എന്ത് ചെയ്യും? ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ താഴേക്ക് വരും. അപ്പോൾ ഇങ്ങനെ ഇത് താഴേക്ക് പോവും, ഈ ഒരു ഭാഗം വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് വരും. അപ്പോൾ ഒരു പേപ്പറിൻ്റെ ഈ ഭാഗത്ത് എന്ത് ചെയ്യും? ഇത് വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ അപ്പർ പാർട്ട്, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, അപ്പർ പാർട്ട് ഓഫ് വെർട്ടിക്കൽ പ്ലെയിൻ. ഈ ഭാഗം താഴേക്ക് പോകുമ്പോൾ എന്താവും? ഇത് ഫ്രണ്ട് പാർട്ട് ഓഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ താഴെ വരും, ഇവിടെ വരും. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച ഫിഗറിൻ്റെ ഈ 2 ഫിഗറുകൾ ഇങ്ങനെ വരും. അപ്പോൾ ഇതെന്തായി? ഒരൊറ്റ സിംഗിൾ ഷീറ്റിൽ നമുക്ക് ഡ്രോയിങ് കിട്ടി.
അതാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഒരു ഒബ്ജക്റ്റ് വെക്കുമ്പോൾ അതിൻ്റെ ടോപ്പ് ഫ്രണ്ട് വ്യൂകൾ രണ്ട് പ്ലെയിനിൽ വരും. ഹൊറിസോണ്ടൽ പ്ലെയിൻ ഒരു 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ഒരു സിംഗിൾ പേപ്പറിൻ്റെ അകത്തുള്ള ഡ്രോയിങ് ആയിട്ട് കിട്ടും. അത് ഇവിടെ കാണിച്ചിട്ടുള്ളത് ടോപ്പ് ഭാഗത്ത് അപ്പർ പാർട്ട് ഓഫ് വെർട്ടിക്കൽ പ്ലെയിൻ ഈ പ്ലെയിൻ, പിന്നെ എന്ത് ചെയ്യും, ഇത് ഇതിൻ്റെ കൂടെ വരും. അതായത് റിയർ പാർട്ട് ഓഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിനിൻ്റെ ഫ്രണ്ട് പാർട്ട് എന്ത് ചെയ്യും, താഴേക്ക് പോകും. അപ്പോൾ അത് എന്തിൻ്റെ കൂടെ പോകും, ലോവർ പാർട്ട് ഓഫ് വെർട്ടിക്കൽ പ്ലെയിൻ പോകും. അതാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിലെ ഇതിൻ്റെ പേര് ഓപ്പണിംഗ് ദ ക്വാഡ്രൻസ്. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ്റെ തേർഡ് ആംഗിൾ പ്രൊജക്ഷന്. ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയതുപോലെ തന്നെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വെക്കുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് തേർഡ് ക്വാഡ്രൻറ്റിൽ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കമ്പാരിസൺ ആണ്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, അവിടെ തേർഡ് ക്വാഡ്രൻറ്റ്. ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ആൻഡ് ഒബ്സർവർ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിപ്പോൾ ഒരു 3D രണ്ട് പ്ലെയിനായിട്ട് ആലോചിക്കണം. ഇപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഇപ്പോൾ ഒരു ഒബ്സർവർ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ എന്താണ്, ഒബ്സർവറും പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ്റെയും ഇടയിലാണ് നമ്മൾ ഒബ്ജക്റ്റ് വെച്ചത്. ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദി പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ആൻഡ് ഒബ്സർവർ. ഇത് വ്യത്യാസം മനസ്സിലാവുക എവിടെയാണെന്ന് വെച്ചാൽ തേർഡ് ആംഗിളിൽ നോക്കുക. തേർഡ് ആംഗിളിൽ നോക്കുമ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഒരു ടോപ്പ് വ്യൂ നോക്കിയെന്ന് നാലേക്ക്. അപ്പോൾ അതായത് ഇത് ഒരു ലൈനല്ല, ഇതൊരു പ്ലെയിനാണ്. ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇങ്ങനെ ഒരു വെർട്ടിക്കൽ പ്ലെയിൻ. ഇവിടുന്ന് ഒരു ടോപ്പ് വ്യൂ നോക്കുകയാണ്. ഈ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിലൊന്ന് നോക്കി, നമ്മൾ ഈ പ്ലെയിൻ, ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ടല്ലോ, ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൻ്റെയും അടിയിലാണ് ഈ ഒബ്ജക്റ്റ് ഉള്ളത്. അതായത് ഇതെന്തല്ല, ഈ പ്ലെയിൻ ഒരു ഗ്ലാസിൻ്റെ പോലെയാണ്. അതായത് ഒരു ലൈറ്റ് താഴേക്ക് കടന്നു പോകുന്നതാണ്. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടില്ല ഒരു പ്ലെയിൻ ആയിട്ടാണ് തേർഡ് ആംഗിൾ കണക്കാക്കുന്നത്. എന്നാലല്ലേ മേലെ നിന്ന് നോക്കുമ്പോൾ താഴെ കാണില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഈ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ്റെ അടിയിലാണ് ഒബ്ജക്റ്റ്. സിമ്പിളായിട്ട് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ്റെ അടിയിലാണ് ഒബ്ജക്റ്റ് വരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ടോപ്പ് വ്യൂ എങ്ങനെയാണ്, ഇവിടുത്തെ ഫസ്റ്റ് ആംഗിളിലെ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ ശേഷം ഇവിടെ ഒരു പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. അപ്പോൾ അവിടെ ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇതിൻ്റെ ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു ഒബ്ജക്റ്റ് കിട്ടുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടെ ഒരു ഒപ്പാക്ക് ആയിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. ഇവിടുത്തെ പ്ലെയിൻ എന്താണ്, ഒപ്പാക്ക് ആയിട്ടാണ്. ഒപ്പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളെ കടന്നു പോകാത്ത ലൈറ്റ് കടന്നു പോകാത്തതാണ് ഒപ്പാക്ക്, ലൈറ്റ് കടന്നു പോകുന്നതാണ് ട്രാൻസ്പെറൻറ്റ്. അപ്പോൾ ഇതൊരു സിമ്പിൾ ലോജിക്കാണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഓപ്ഷനിൽ ചിലപ്പം ഇതിട്ട് നമുക്ക് ആവശ്യം വരും, പിന്നെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സിമ്പിളാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റും തേർഡ് ക്വാഡ്രൻറ്റിൽ നോക്കുമ്പോൾ നമ്മൾ ലോജിക്കലി ടോപ്പ് വ്യൂ നോക്കുമ്പോൾ പ്ലെയിനിൻ്റെ മുന്നെയാണ് ഒബ്ജക്റ്റ് വരുന്നത്. പക്ഷേ ഇത് ഒന്ന് ബേസിക്കലി ഒന്ന് നോക്കി വെച്ചാൽ ഇത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ്, ഫസ്റ്റത്തെ കാര്യമാണ്, ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ആൻഡ് ഒബ്സർവർ. അതേപോലെ തേർഡിൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ്. അതായത് തേർഡിലാണെങ്കിൽ ഇവിടെ ഒബ്ജക്റ്റ്, ഇവിടെ ഒബ്സർവർ, അതിൻ്റെ ഇടയിലാണ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. ഇത് കുറച്ച് കൺഫ്യൂഷനായിട്ട് ഫീൽ ആവുമെങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഒപ്പേക്കാൻ, കാരണം അതുകൊണ്ടാണ് ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് ഇവിടെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒരു ഇമേജ് കിട്ടുന്നത്. ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ ആ ലൈറ്റ് അങ്ങനെ താഴേക്ക് പോകില്ല. അപ്പോൾ ആ ലോജിക്കിൽ ഇവിടെ ഒപ്പേക്കാണ്. തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ ട്രാൻസ്പെറൻ്റ് ആണ്. ആ ഒരു രണ്ട് പോയിൻറ്റും കൂടെ, ടോപ്പ് വ്യൂ ബോട്ടത്തിലാണ് ഹൊറിസോണ്ടൽ ആക്സിസിൻ്റെ ഈ ഒരു രണ്ട് പോയിൻറ്റും കൂടെ നോക്കുക. ഇത് നമ്മൾ ഈ ഒരു ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്താണ്, അത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഒബ്ജക്റ്റ് വെക്കുന്നതാണ്. ആ ലോജിക്ക് കിട്ടിയാൽ തന്നെ നമുക്ക് എക്സാം ഹാളിൽ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടെ ഒന്നൊരു എക്സാമ്പിൾ കാണിച്ചു തരുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്താണെന്നുള്ളത്. എന്ത് ചെയ്യുക, ഇത് മാറാൻ പാടില്ല. ഹൊറിസോണ്ടൽ പ്ലെയിൻ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ താഴേക്ക് ഇങ്ങനെ മറിയുകയും, ഇതിങ്ങനെ മറിഞ്ഞ് വരുമ്പോഴാണ് ഇതൊരൊറ്റ പ്ലെയിനായിട്ട് ഒരു ഡ്രോയിങ്ങിൻ്റെ ഒരു പീസ് ഒരു പേപ്പറിൽ നമുക്ക് ഈ രണ്ടും കിട്ടും. അപ്പോൾ ഇവിടെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് ഇവിടെ ഒരു പ്രൊജക്ഷൻ കിട്ടി, ടോപ്പ് വ്യൂവിൽ നിന്ന് ഇത് രണ്ട് ഒബ്സർവറായിട്ട് ഇവിടെ കിട്ടി. ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ താഴേക്ക് മറിയുമ്പോൾ ഈ കാണുന്നത് പോലെ രണ്ട് ഒരു സിംഗിൾ ഷീറ്റിൽ തന്നെ കിട്ടി. അപ്പോൾ ഇത് നമുക്കിനി ഇങ്ങനെയാണ് വരിക. ഇവിടെ ഒരു പ്രൊജക്ഷൻ വരും,
ഇവിടെയും ഒരു പ്രൊജക്ഷൻ വരും. അപ്പോൾ നമുക്ക് രണ്ടെണ്ണമായില്ലേ. ഇനിയിപ്പോൾ ഈ സൈഡിൽ നിന്ന് വേണമെങ്കിൽ നോക്കാമല്ലോ. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നും ടോപ്പിൽ നിന്നും നോക്കിയത് കൂടാതെ ഈ ഭാഗത്തു നിന്ന് ഒരാൾക്ക് ഇങ്ങോട്ടും നോക്കാം, അതുപോലെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടും നോക്കാമല്ലോ. അപ്പോൾ രണ്ട് പ്രൊഫൈൽ പ്ലെയിനുകൾ കൂടെ വരും. അപ്പോൾ എന്ത് ചെയ്യും, ലെഫ്റ്റിൽ നിന്ന് നോക്കും. ഇതിപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡല്ലേ, ഈ കാണുന്ന ലെഫ്റ്റ് സൈഡ്. ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെത് എവിടെയാണ് വരിക, ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ട് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാമല്ലോ. ഈ പ്ലെയിനിലായിരിക്കും എന്ത് ചെയ്യുക, ഇതിൻ്റെ പ്രൊജക്ഷൻ വരിക ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ. അത് ശരിക്കും ശ്രദ്ധിക്കണം. ലെഫ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ കിട്ടുന്ന പ്ലെയിനാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ എന്ന് പറയുന്നത്. അത് നമുക്ക് വരും. അടുത്ത സ്ലൈഡിൽ നോക്കാം. ഒരു എക്സാമ്പിൾ കാണിക്കുന്നതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു മൾട്ടി വ്യൂ പ്രൊജക്ഷൻ നോക്കാം. ഈ ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വന്നു, ഫ്രണ്ട് വ്യൂ വെർട്ടിക്കൽ പ്ലെയിനിൽ വന്നു. നേരത്തെ പറഞ്ഞതുപോലെ ലെഫ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ഇവിടുത്തെ പ്രൊഫൈൽ പ്ലെയിനിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ ആയിട്ട് വന്നു. അതുപോലെ റൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ഇവിടെ വരും. ഇവിടെ വരും. റൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ഇവിടെ ഒരു പ്ലെയിൻ വന്നു കഴിഞ്ഞാൽ റൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ഇവിടെ വരും, റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ. അപ്പോൾ ഈ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ, റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ, ഈ വ്യൂ എല്ലാം ഒരു സിംഗിൾ പേപ്പറിലേക്ക് മാറ്റുക. ഇത് നോക്കിയാൽ മതി. ഈ പ്ലെയിൻ, ഈ റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ നമ്മൾ തുറന്ന് ഇങ്ങോട്ടേക്ക് തുറക്കുന്നു, ഇത് ഇങ്ങോട്ടേക്ക് തുറക്കുന്നു, ഇതെന്ത് ചെയ്യും, ഇത് അങ്ങോട്ടേക്ക് തുറക്കുന്നു. ആ കിട്ടുന്ന ഡ്രോയിങ് ആണ് ഇത്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇത് ഫ്രണ്ട്, ഇത് ടോപ്പ്, റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ ഇങ്ങോട്ട് പോകും. ഇതിപ്പോൾ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും കുറച്ച് ശ്രദ്ധിച്ച് നോക്കിയ ഒരു കാര്യം മനസ്സിലാവും. ഇത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ വരുന്നത് ലെഫ്റ്റിലാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ വരുന്നത് റൈറ്റിലാണ്. ഇത് കാണാപ്പാടം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തായാലും എക്സാം ഹാളിൽ നിന്ന് തെറ്റും. അതിനേക്കാൾ നല്ലത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇതാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് വരിക. അപ്പോൾ ഈ ഇമേജ് തന്നെ വരിക. ഇതൊരു വെർട്ടിക്കൽ പ്ലെയിൻ, ഇതൊരു ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ വരിക ഈ സൈഡിലായിരിക്കും, ഇവിടെ വരുന്ന ഒരു പ്ലെയിൻ്റെ ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ വരും. അപ്പോൾ ഇത് കൺസെപ്ച്വലി പഠിക്കുന്നതാണ് എളുപ്പം. ഇല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ തോന്നുകയും ചെയ്യും, അതുപോലെ തന്നെ തെറ്റുകയും ചെയ്യും. ഇത് നോക്കാം. ഫസ്റ്റ് ആംഗിൾ വ്യൂ നേരത്തെ പറഞ്ഞതുപോലെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയുന്നത്. ഇവിടെ നോക്കിയാൽ ഇത് ജസ്റ്റ് ഇതിൻ്റെ സിമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവിടുന്ന് നോക്കുന്ന ഒരാൾ ഇതിനെങ്ങനെയാണ് കാണിക്കുക, ഈ ഒരു ഫിഗറിൽ ഇവിടെ വരിക. ഇവിടുന്ന് നോക്കുന്ന ഒരാളും അതിൻ്റെ സിമ്പിൾ ജസ്റ്റ് കാണിച്ചതാണ്. ഇനി വേറൊരു ഈ പറഞ്ഞ പോയിന്റ് ഇല്ലേ, ഇത് നമ്മൾ നേരത്തെ ഫസ്റ്റ് ആംഗിളിൻ്റെയും തേർഡ് ആംഗിളിൻ്റെയും കമ്പാരിസൺ നടത്തിയ ഒരു ടേബിളിൽ ഇത് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചോ. അതായത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ റൈറ്റ് ഹാൻഡ് സൈഡ് വരുന്നത് ലെഫ്റ്റിലാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരുന്നത് റൈറ്റിലാണ്. ഇത് ഇങ്ങനെയല്ല പഠിക്കേണ്ടത്. ജസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ പഠിച്ചിട്ട് തന്നെ നോക്കുക. ലെഫ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ അത് അപ്പുറത്തെ സൈഡിൽ വരും. അപ്പോൾ അത് ഒന്നും കൂടെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അത് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. ഇതുപോലെയാണ് ക്വസ്റ്റ്യനിൽ വരിക. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ, റൈറ്റ് വ്യൂ ഈസ് അറ്റ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് വെർട്ടിക്കൽ ആക്സിസ്. തേർഡ് ആംഗിളിൽ തിരിഞ്ഞിട്ട് റൈറ്റ് വ്യൂ ഈസ് അറ്റ് ദ റൈറ്റ് സൈഡ്, ലെഫ്റ്റ് വ്യൂ ഈസ് അറ്റ് ദ ലെഫ്റ്റ് സൈഡ്. ഫസ്റ്റ് ആംഗിളിലാണെങ്കിലോ റൈറ്റ് വ്യൂ ഈസ് അറ്റ് ദ ലെഫ്റ്റ് സൈഡ്, തിരിഞ്ഞു നേരെ ഉൾട്ട. ഇത് കൺസെപ്റ്റ് പഠിക്കുമ്പോൾ സിമ്പിളായി തോന്നുമെങ്കിലും പരീക്ഷയ്ക്ക് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ അടിക്കും. അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ആംഗിളിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ താഴോട്ട് തിരിയുമ്പോൾ ഫസ്റ്റ് ആംഗിളിൽ എന്ത് സംഭവിക്കും, ടോപ്പ് വ്യൂ എവിടെയാണ് വരുന്നത്, ഇവിടെ നോക്ക്. ടോപ്പ് വ്യൂ വരുന്നത് താഴെയാണ്. ടോപ്പ് വ്യൂ ഇവിടുന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ഇവിടുത്തെ ടോപ്പ് വ്യൂ എവിടെയാണ് വരുന്നത്, ഹൊറിസോണ്ടൽ പ്ലെയിൻ താഴേക്ക് പോകുമ്പോൾ ഇവിടെയാണ് ടോപ്പ് വ്യൂ വരുന്നത്. അതാണ്. അതേപോലെ തന്നെ ഫ്രണ്ട് വ്യൂ ഇവിടെ വരും, ഫ്രണ്ട് വ്യൂ മേലെ വരും. ഇതാണ് ഫസ്റ്റ് ആംഗിളിൻ്റെ. ഇതാണ് ഇവിടെ ടേബിൾ നിന്ന്, ആ ടേബിളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. ടോപ്പ് വ്യൂ അറ്റ് ദ ബോട്ടം ഓഫ് ദ ഹൊറിസോണ്ടൽ ആക്സിസ്. തേർഡ് ആംഗിളിൽ തിരിഞ്ഞിട്ടും വരും. ഇത് ജസ്റ്റ് ഒന്ന് സിമ്പിളാണെങ്കിലും ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിലൊരു ചെറിയൊരു പോയിന്റും കൂടി ഉള്ളത്, ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്
ഇവിടെ ഒരു 6 വ്യൂവിൻ്റെ കാര്യം പറഞ്ഞു. ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം. ചില സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ 6 വ്യൂകളും, ഇതിന് പ്രിൻസിപ്പൽ വ്യൂ എന്ന് പറഞ്ഞില്ല, ഈ 6 വ്യൂകളും കൊണ്ട് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിസൈൻ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് പറയുന്ന ഒരു വ്യൂ ആണ് ഓക്സിലറി വ്യൂ. ഈ പ്രിൻസിപ്പൽ വ്യൂ അല്ലാതെ ഈ പറയുന്ന ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ വരുന്നതാണ് ഓക്സിലറി വ്യൂ. കുറേ ഇൻക്ലൈൻഡ് ആയിട്ട് പ്ലെയിനൊക്കെ വരുമ്പോൾ അങ്ങനത്തേനുള്ള സ്പെഷ്യൽ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ 6 വ്യൂ അല്ലാതെ ചെരിഞ്ഞിട്ടൊരു വ്യൂവും കൂടെ ഉണ്ടായിക്കൂടെ? അങ്ങനെ എത്ര വ്യൂ ആണെങ്കിലും നമുക്ക് ഉണ്ടായിക്കൂടെ? അപ്പോൾ അതിന് പറയുന്നതാണ് ഓർത്തോഗ്രാഫിക് വ്യൂ. അത് കൂടെ ഒന്ന് ശ്രദ്ധിക്കണം.